നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഭവ്യ ബാബു. എന്റെ ഒപ്പം വാർത്തകൾ വായിക്കുന്നത് വിഭിഷ വനിൽ. ഡ്യൂട്ടിക്കിടെ ജീവൻ പൊലിഞ്ഞുപോയ ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സജീഷിന്റെ വാർത്തയാണ് ഇന്നാദ്യം. നാടിനെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയക്കെതിരെ നിരന്തരം പോരാടുന്നവരാണ് നമ്മുടെ നിയമപാലകർ. അത്തരമൊരവസ്ഥയിലാണ് സജീഷിന് ജീവൻ നഷ്ടമായത്. വാഹനാപകടത്തിൽ മരണപ്പെട്ട സജീഷിന് സിറ്റി ചാനലിന്റെ ആദരാഞ്ജലികൾ. ഒപ്പം മറ്റു വാർത്തകളുമുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ. ചെങ്കള 4-ാം മൈലിൽ കാറിൽ ടിപ്പർ ലോറി ഇടിച്ച് പോലീസുകാരന് ദാരുണാന്ത്യം. ബേക്കൽ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷാണ് മരിച്ചത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചതിൽ സ്വകാര്യ കാറിൽ പരിശോധനയ്ക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ഷാഫി പറമ്പിലിനെതിരായ CPIM വിമർശനം തെളിവുകൾ ഇല്ലാതെ ആരെയും വ്യക്തിഹത്യ നടത്തരുതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എയിംസ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വമാണെന്നും മുല്ലപ്പള്ളി. ചെറുവത്തൂർ വീരമലക്കുന്നിൽ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സുരേഷ് കുമാർ അടപ്പ സന്ദർശനം നടത്തി. ചെറുവത്തൂർ പൊന്മാലം സ്വദേശി അഡ്വക്കേറ്റ് MT സിദ്ധാർത്ഥൻ നൽകിയ ഹർജി പരിഗണിച്ച കേരള ഹൈക്കോടതി നിർദ്ദേശത്തിലാണ് അഡീഷണൽ ഡയറക്ടറുടെ സന്ദർശനം. ബേഡെടുക്ക വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കി. തുടർച്ചയായ 8-ാം വർഷമാണ് കൃഷി ഇറക്കുന്നത്. ബേഡകം പൊന്നൂർപ്പാറ വയലിലാണ് നെൽകൃഷി നടത്തുന്നത്. കേന്ദ്രം കേരളത്തിന് അനുവദിച്ച എയിംസ് കാസർഗോഡ് ജില്ലയിൽ തന്നെ സ്ഥാപിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോഴിക്കോടിനായാണ് മുഖ്യമന്ത്രി വാശി പിടിക്കുന്നതെന്നും ഉണ്ണിത്താൻ. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്ര നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന കലാപരിപാടികൾ ശ്രദ്ധേയമാകുന്നു. കാഞ്ഞങ്ങാട് സൗത്ത് കലാവേദി അവതരിപ്പിച്ച നൃത്തങ്ങൾ നവ്യാനുഭവമായി. നവരാത്രി പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വിവിധ പൂജാതി കർമ്മങ്ങളും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. വാർത്തകൾ വിശദമായി. ചെങ്കള 4-ാം മൈലിൽ കാറിൽ ടിപ്പർ ലോറി ഇടിച്ച് പോലീസുകാരന് ദാരുണാന്ത്യം. ബേക്കൽ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷാണ് മരിച്ചത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചതിൽ സ്വകാര്യ കാറിൽ പരിശോധനയ്ക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. രക്ഷപ്പെട്ട മയക്കുമരുന്ന് കേസിലെ പ്രതിയായ ദന്ത ഡോക്ടറെ പിടികൂടാൻ പോകവെ ഇന്ന് പുലർച്ചെയാണ് അപകടം. ഒപ്പമുണ്ടായിരുന്ന ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്ക് പരിക്ക് പറ്റി. ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ് ആഫ് സ്ക്വാഡിലെ സീനിയർ സിവിൽ ഓഫീസർ KK സജീഷ് ആണ് മരിച്ചത്. നീലേശ്വരം പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സജീഷ് ചെറുവത്തൂർ മയിച്ച സ്വദേശിയാണ്. വിദ്യാനഗർ 4-ാം മൈൽ പുലർച്ചെ 2:45 മണിയോടെയാണ് അപകടം. സജീഷിന്റെ ആൾട്ടോ കാറും എതിരെ വന്ന ടിപ്പർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ചെങ്കള EK നായനാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്ക് പറ്റിയ സീനിയർ സിവിൽ ഓഫീസർ സുഭാഷ് ചന്ദ്രനെ നായനാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും ഡാൻസ് ഓഫ് ടീമിലെ മറ്റൊരംഗമായ സുഭാഷും ചേർന്ന് മേൽപ്പറമ്പ പോലീസിനൊപ്പം സ്വിഫ്റ്റ് കാറിൽ കടത്തിയ MDMA-യും കഞ്ചാവും പിടികൂടിയിരുന്നു. ഈ കേസിൽ ഒരു പ്രതി അറസ്റ്റിലാവുകയും ഒപ്പമുണ്ടായിരുന്ന ദന്ത ഡോക്ടർ രക്ഷപ്പെട്ടിരുന്നു. ഈ പ്രതിയെ തേടിപ്പോകുന്നതിനിടെയാണ് അപകടം. സജീഷിന് ഭാര്യയും 2 മക്കളുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷാഫി പറമ്പിലിനെതിരായ CPIM വിമർശനം തെളിവുകളില്ലാതെ ആരെയും വ്യക്തിഹത്യ നടത്തരുതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എയിംസ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വമാണെന്നും മുല്ലപ്പള്ളി. സംഘടനകളുടെയും അതുപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ച പാർട്ടിയാണ് ബഹുസ്വര പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങൾക്ക് ആ സമീപനം മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് NSSന് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായ വിഭാഗങ്ങൾക്കോ മതജാതി വിഭാഗങ്ങൾക്കോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം തീർച്ചയായിട്ടും കോൺഗ്രസ് എല്ലാ കാലത്തും അത് ഗൗരവത്തോടുകൂടി പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ട പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസ് ചരിത്രം അതാണ്. പിന്നെ NSSൻ്റെ ആരംഭകാലം തൊട്ട് നമുക്കറിയാം. കേളപ്പനായിരുന്നു NSSൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ, മന്നത്ത് പത്മനാഭൻ ജനറൽ സെക്രട്ടറി. ആ കാലം തൊട്ട് ഇന്നുവരെ കോൺഗ്രസുമായിട്ട് വളരെ കോർഡിയൽ റിലേഷനാണുള്ളത്. അതുപോലെ തന്നെയാണ് സുകുമാര നായർക്കും അദ്ദേഹത്തിനും കോൺഗ്രസുമായിട്ട് നല്ല ബന്ധമാണ്. ഞാനുമായിട്ടൊക്കെ നല്ല ഊഷ്മളമായ ബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം സമദൂര ആ നിലപാടിൽ നിന്ന് മാറിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
അതിനർത്ഥം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി അദ്ദേഹം തീരുമാനമെടുത്തുവെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. ചെറുവത്തൂർ വീരമലക്കുന്നിൽ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സുരേഷ് കുമാർ അടപ്പ സന്ദർശനം നടത്തി. ചെറുവത്തൂർ പൊന്മാലം സ്വദേശി അഡ്വക്കേറ്റ് MT സിദ്ധാർത്ഥൻ നൽകിയ ഹർജി പരിഗണിച്ച് കേരള ഹൈക്കോടതി നിർദ്ദേശത്തിലാണ് അഡീഷണൽ ഡയറക്ടറുടെ സന്ദർശനം. ചെറുവത്തൂർ വീരമലയുടെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യവുമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് ചെറുവത്തൂർ പൊന്മാലം സ്വദേശി അഡ്വക്കേറ്റ് MT സിദ്ധാർത്ഥൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഇപ്പോഴത്തെ നീക്കമുണ്ടായത്. ഇതിന്റെ തുടർച്ചയായാണ് കേരള ഹൈക്കോടതി നിർദ്ദേശത്തിൽ തൽസ്ഥിതി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ഡയറക്ടറും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ സുരേഷ് കുമാർ അടപ്പ എത്തിയത്. ബംഗളൂരു റീജിയണൽ ഓഫീസിൽ നിന്നും എത്തിയ സുരേഷ് കുമാർ അടപ്പ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. വീരമലക്കുന്നിൻ താഴ്വാരത്തും കുന്നിൻ മുകളിലും സന്ദർശനം നടത്തിയ അദ്ദേഹം നിർമ്മാണം നടന്നുവരുന്ന ദേശീയപാതയിലേക്ക് ഇടിഞ്ഞുവീണ വീരമലയുടെ ഭാഗങ്ങൾ നോക്കിക്കണ്ടു. റിട്ടൈനിംഗ് വാൾ നിർമ്മിച്ച ശേഷം മലയുടെ മുകൾത്തട്ട് 3ആയി തരംതിരിക്കുന്നതാവും സുരക്ഷിതമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പുതിയ ടൂറിസം പദ്ധതിക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാടിന് കുന്നിടിച്ചലും മറ്റു പ്രശ്നങ്ങളും തിരിച്ചടിയാവുമോ എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവച്ചു. നിരവധി കുടിവെള്ള പദ്ധതികളും വീരമലക്കുന്നിൻ മുകളിലുണ്ട്. കഴിഞ്ഞ 4 വർഷമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന വീരമല സംരക്ഷണ സമിതി ഭാരവാഹികളെയും അദ്ദേഹം കണ്ടു. വീരമല സംരക്ഷണ സമിതി ചെയർമാൻ M രാമകൃഷ്ണൻ മാസ്റ്റർ, KC ഗിരീഷ്, മുകേഷ്, ബാലകൃഷ്ണൻ, സുനിൽ കുമാർ, KM അംബു, P പങ്കജാക്ഷൻ എന്നിവർ വീരമല ഇടിച്ചിലും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഉന്നത ഉദ്യോഗസ്ഥനെ ധരിപ്പിച്ചു. NHA ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനി അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബേഡെടുക്ക വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കി. തുടർച്ചയായ 8ാം വർഷമാണ് കൃഷി ഇറക്കുന്നത്. ബേഡകം പൊന്നൂർപ്പാറ വയലിലാണ് നെൽകൃഷി നടത്തുന്നത്. ബേഡെടുക്ക വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തുടർച്ചയായി 8ാം വർഷവും നെൽകൃഷി ഇറക്കുന്നത്. ബേഡകം പൊന്നൂർപ്പാറ വയലിലാണ് നെൽകൃഷി ഇറക്കിയത്. നടീൽ ഉത്സവം നാട്ടുകാരുടെയും മെമ്പർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഒരു നാടിന്റെ ഉത്സവമായി മാറി. 100 കണക്കിന് ആളുകൾ നടീൽ ഉത്സവത്തിന്റെ ഭാഗമായി. നടീൽ ഉത്സവം സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ A ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ കരസ്ഥമാക്കിയ സ്ഥാപനമാണ് ബേഡെടുക്ക വനിതാ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സംഘം വായ്പേതര മേഖലയിൽ ഒട്ടനവധി യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സംഘം തുടർച്ചയായി 8ാമത്തെ വർഷമാണ് ബേഡകം പൊന്നൂർപ്പാറ വയലിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് ഞാറുനടീലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഞാറുനടീൽ ഞങ്ങൾ നാട്ടുകാരുടെയും സംഘം മെമ്പർമാരുടെയും കൃഷി വകുപ്പിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയൊക്കെ പൂർണ്ണ സഹകരണമുണ്ട്. നാട്ടുകാരുടെയും മെമ്പർമാരുടെയും ജീവനക്കാരുടെയൊക്കെ സഹകരണം ഉള്ളതുകൊണ്ടാണ് കുറഞ്ഞ കൂലി ചെലവ് ഞങ്ങൾക്ക് ഈ ഞാറുനടീൽ പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇപ്രാവശ്യം 5 ഏക്കറിലാണ് അറ്റ്ലസ് നെൽവിനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അരി ജൈവ അരിയായി സംഘത്തിന് കീഴിൽ തന്നെയുള്ള കൺസ്യൂമർ സ്റ്റോറിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രഭാകരൻ മുഖ്യാതിഥിയായി. സംഘം പ്രസിഡന്റ് ഉമാവതി K അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി A സുധീഷ് കുമാർ സ്വാഗത ഭാഷണവും വൈസ് പ്രസിഡന്റ് T രാധ നന്ദിയും പറഞ്ഞു. കൊണ്ടംകുഴി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ദാമോദരൻ മാസ്റ്റർ, അബ്ബാസ് BK, ഷംസുദ്ദീൻ ബേഡകം, പ്രീതി കുട്ടിയാനം, ചാത്തുകുട്ടി, ഭാസ്കരൻ കുട്ടിയാനം, അനന്തൻ മരുതളം, കുഞ്ഞിരാമൻ ചേരിപ്പാടി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്രം കേരളത്തിന് അനുവദിച്ച എയിംസ് കാസർഗോഡ് ജില്ലയിൽ തന്നെ സ്ഥാപിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോഴിക്കോടിനായാണ് മുഖ്യമന്ത്രി വാശി പിടിക്കുന്നതെന്നും ഉണ്ണിത്താൻ. നിങ്ങൾക്ക് ചാനലുകൾക്കെല്ലാം വെരിഫൈ ചെയ്യാം. മുഖ്യമന്ത്രി എയിംസിനെ കുറിച്ച് അജണ്ട എടുക്കുമ്പോൾ തന്നെ പറയും കാസർഗോഡ് MP ഞാനുമായിട്ടുള്ള ഫൈറ്റ് ആരംഭിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അജണ്ട എയിംസ് എന്ന് അദ്ദേഹം പറയുന്നത്. എല്ലാ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ പാർലമെൻറ്റ് സമ്മേളനങ്ങളുടെ മുന്നോടിയായി നടക്കുന്ന എല്ലാ MP മീറ്റിങ്ങിലും ഞാനും മുഖ്യമന്ത്രിയുമായി അതിശക്തമായ തർക്കമുണ്ടായിട്ടുണ്ട്. എയിംസ് കാസർഗോഡ് വേണം. ഞാൻ കാര്യകാരണ സഹിതമാണ് ഞാൻ പറഞ്ഞത്. മുൻ MPയും സർവകക്ഷിയും വന്ന് പറഞ്ഞ കൂടാതെ തന്നെ ഞാൻ പറഞ്ഞു, ഞാനിവിടെ റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ ചന്ദ്രശേഖരനെ കണ്ടു, ഇവിടുത്തെ MLA എല്ലാം വിളിച്ചു. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആദ്യം നമുക്ക് MLA-മാരും MPയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ, പിന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ, ജനപ്രതിനിധികൾ എല്ലാവരും കൂടെ രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി എയിംസ് ഇവിടെ വരണം എന്ന് ആവശ്യപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മനസ്സിൽ നമുക്കറിയാം 6727 എൻഡോസൾഫാൻ്റെ വിക്ടിംസാണ് എൻ്റെ മനസ്സ് നിറയെ.
കാര്യം അവർക്ക് പല തർക്ക വിതർക്കങ്ങളും ഇവിടെ നടക്കുന്നു എൻഡോസൾഫാനെ കുറിച്ച്. അപ്പോൾ വളരെ വലിയ പഠനങ്ങൾ ഇവിടെ നടക്കണം, ഗവേഷണങ്ങൾ നടക്കണം. ആ പഠനങ്ങളും ഗവേഷണം നടത്താൻ പറ്റിയ ഏക സ്ഥാപനം എയിംസ് ആണ്. മാത്രമല്ല കോഴിക്കോടിന് വേണ്ടിയാണ് ഇന്ന് മുഖ്യമന്ത്രി വാശി പിടിക്കുന്നത്. മുഖ്യമന്ത്രി 4 ജില്ലകളുടെ പാനൽ കൊടുത്തിട്ടുണ്ട്. 1 തിരുവനന്തപുരം, 2 കോട്ടയം, 3 കോഴിക്കോട്, 4 തിരുവനന്തപുരം. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ അതിനകത്ത് കാസർഗോഡിനെ പെടുത്തണം. ദക്ഷിണ കന്നഡത്തിലെ മുഴുവൻ ആളുകൾക്കും, വയനാട് അതുപോലെ കുടകടക്കമുള്ള മുഴുവൻ സ്ഥലത്തെയും ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കാസർഗോട്ട് സ്വകാര്യ മേഖലയിലോ അല്ലെങ്കിൽ പൊതുമേഖലയിലോ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല. മാത്രമല്ല ഇവിടുത്തെ ആശുപത്രികളെല്ലാം റെഫറൽ ആശുപത്രികളാണ്. ഒരു ആശുപത്രിയിൽ ചെന്നാലും അവിടെ ചികിത്സയില്ല, ട്രോമ കെയർ സെൻ്റർ ഇല്ല. അതുകൊണ്ട് ഡോക്ടർമാർ ചോദിക്കുന്നത് നിങ്ങളെ എങ്ങോട്ട് റെഫർ ചെയ്യണം. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്ര നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന കലാപരിപാടികൾ ശ്രദ്ധേയമാകുന്നു. കാഞ്ഞങ്ങാട് സൗത്ത് കലാവേദി അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ നവ്യാനുഭവമായി. നവരാത്രി പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വിവിധ പൂജാതി കർമ്മങ്ങളും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് സൗത്ത് കലാവേദി നൃത്തനൃത്യങ്ങൾ അവതരിപ്പിച്ചത്. നവരാത്രി മഹോത്സവം ദർശിക്കാനായി എത്തുന്നവർക്ക് ആസ്വാദന മധുരം പകർന്നുകൊണ്ട് എല്ലാ ദിവസവും കലാപരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. 28-ന് ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. 29-ന് കാണികൾക്ക് കൗതുകം പകർന്നുകൊണ്ട് വിഭ നായർ അവതരിപ്പിക്കുന്ന കഥക് നൃത്താവിഷ്കാരം നടക്കും. എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നവരാത്രി പൂജ മഹോത്സവം ദർശിക്കാനായി നിരവധി ഭക്തജനങ്ങളാണ് ദേവീ സന്നിധിയിൽ എത്തുന്നത്. എല്ലാ ദിവസവും അന്നപ്രസാദ വിതരണവും നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡ് തകർന്ന് ചെളിക്കുളമായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ബദിയടുക്ക പള്ളത്തടുക്കയിൽ പൊതുമരാമത്ത് റോഡ് തകർത്തതിനെതിരെ പ്രതിഷേധവും ശക്തം. യാത്രക്കാരുടെ നടുവൊടിക്കുന്ന റോഡ് തകർച്ചയുടെ ഞെട്ടിക്കുന്ന കാഴ്ചയാണിത്. കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്കുള്ള പാതയിൽ പള്ളത്തടുക്കയിൽ റോഡ് പൂർണ്ണമായും തകർന്ന് ചെളിക്കുളമായിട്ട് 6 മാസത്തോളമായി.
ബസ്സും ലോറിയും അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ടാറിംഗ് ഇല്ലാതായി ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശം കടക്കുവാൻ ഏറെ പ്രയാസപ്പെടുകയാണ്. റോഡ് തകർച്ച ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നു. മെഡിക്കൽ കോളേജിലേക്കുള്ള വിദ്യാർത്ഥികൾ, രോഗികൾ, കർണാടകയിലെ പുത്തൂർ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന ആയിരങ്ങൾ ദിവസവും ഈ ദുരിതം സഹിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടാണ് റോഡിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ. ഇപ്പോൾ അവിടെ ആ ബ്രിഡ്ജിന്റെ അടുത്ത് പൊട്ടിയിട്ടുള്ള സംഭവത്തിൽ പറഞ്ഞെങ്കിൽ വണ്ടി ഇപ്പോൾ ലോഡുണ്ട്. ലോഡുള്ള സമയത്ത് അതിൽ നിന്ന് കയറാനൊന്നും പറ്റുന്നില്ല. അത്രയും ബുദ്ധിമുട്ട്. അവിടെ ഇപ്പോൾ പിന്നെ നിർത്തിയിട്ട് ഈ ഹൈ ഗിയർ ഉള്ളതുകൊണ്ട് മറ്റു വണ്ടിയല്ലാതെ അതിൽ വലിക്കുകയും ചെയ്യില്ല. വളരെ പരിതാപകമാണ് റോഡിന്റെ അവസ്ഥ. ഒരുപാട് കുഴികളില്ലേ? ഒരുപാട് കുഴികളുണ്ട്. അങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരുപാട് വലിയ കുഴികളാണ്. ബൈക്കോ കാര്യങ്ങളോ ഒക്കെ വീണ് കഴിഞ്ഞെങ്കിൽ വലിയ അപകടം തന്നെ ഉണ്ടാവും. ബൈക്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ടെല്ലാം പോകുന്നവർക്ക്. ഇതാകുമ്പോൾ ഇപ്പോൾ 4 വീലുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ അനുഭവിക്കുന്നത് കുറച്ച് മാസമായി, ഒരു 6 മാസത്തോളമായി. ഇത് ഇങ്ങനെ മഴക്ക് മുമ്പേ ഇതിങ്ങനെ ഞാൻ അധികൃതരെ ശ്രദ്ധിച്ചിട്ടോ പിടിച്ചിട്ടോ ഒന്നുമില്ല. കാസർഗോഡ് ബദിയടുക്ക പൊതുമരാമത്ത് റോഡിലാണ് ഈ യാത്രാ ദുരിതം. മെഡിക്കൽ കോളേജിലേക്ക് വിദ്യാർത്ഥികൾ വരാൻ തുടങ്ങിയ സാഹചര്യത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കഠിനാധ്വാനവും സൗമ്യമായ പെരുമാറ്റവും കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും പ്രിയങ്കരനായിരുന്നു KP കുഞ്ഞിക്കണ്ണൻ എന്ന് KPCC സെക്രട്ടറി M. അസിനാർ. കഠിനാധ്വാനവും സൗമ്യമായ പെരുമാറ്റവും കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും പ്രിയങ്കരനായിരുന്നു KP കുഞ്ഞിക്കണ്ണൻ എന്ന് KPCC സെക്രട്ടറി M. അസിനാർ അനുസ്മരിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന KP കുഞ്ഞിക്കണ്ണന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അസിനാർ. ആ സൗമ്യമായ പെരുമാറ്റത്തിലൂടെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും കണ്ണേറ്റിൽ നിന്ന് പറഞ്ഞ 2 അക്ഷരത്തിലുള്ള KP എന്ന 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന KP എന്ന് പറയുന്ന മനുഷ്യനെ എല്ലാവർക്കും പ്രിയങ്കരനാക്കിയത് അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റമാണ്, കഠിനാധ്വാനമാണ്. അദ്ദേഹം ഏറ്റവും അവസാനമായി എല്ലാ ദിവസവും അതിരാവിലെ വീട്ടിൽ നിന്ന് മടങ്ങും. അദ്ദേഹം ഒരിക്കലും ഒരു ദിവസം വീട്ടിൽ അനാവശ്യമായോ വിശ്രമത്തിന് വേണ്ടി ചെലവഴിക്കില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി വളരെ വൈകിയാണ് തിരിച്ചെത്തുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് കൊട്ടച്ചാൽ അധ്യക്ഷം വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PV സുരേഷ്, വിനോദ് ആവിക്കര, പ്രവീൺ തോയമ്മൽ, NK രത്നാകരൻ, UV റഹ്മാൻ, ചന്ദ്രൻ ഞാണിക്കടവ്, അശോക് HL, KP മോഹനൻ, PV തമ്പാൻ, സുജിത് പുതുക്കൈ, OV പ്രദീപ്, പ്രമോദ് കേറാം, പ്രദീപൻ മരക്കാപ്പ്, ഷിബിൻ ഉപ്പിലിക്കൈ, സിജോ അമ്പാട്ട്, സോണി ചെമ്മട്ടം വയൽ, അരവിന്ദാക്ഷൻ കാരാട്ടുവയൽ, ആലാമി പുതുക്കൈ, രാധാകൃഷ്ണൻ മണിയാണി, K. സുകുമാരൻ, ലിസിത, K. കൃഷ്ണലാൽ എന്നിവർ സംസാരിച്ചു. റോഷൻ സ്വാഗതവും K. രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് രമേശൻ മാവുങ്കാൽ ഉദ്ഘാടനം ചെയ്തു. ഫോട്ടോഗ്രാഫി മേഖലയിൽ 40 വർഷം പൂർത്തിയാക്കിയ യൂണിറ്റ് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി യൂണിറ്റ് തല സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. കാഞ്ഞങ്ങാട് മേഖലയിലെ കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് സമ്മേളനം മേഖലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് നടന്നത്. സമ്മേളനം കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് രമേശൻ മാവുങ്കാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റിയുടെയോ സംസ്ഥാന കമ്മിറ്റിയുടെയോ ആനുകൂല്യം ലഭിക്കുന്നതിൽ യൂണിറ്റ് കമ്മിറ്റിയെ സമീപിക്കും. അപ്പം അത്രയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് യൂണിറ്റ് കമ്മിറ്റികൾക്കും യൂണിറ്റ് ഭാരവാഹികൾക്കും. പക്ഷെ അതാരും തിരിച്ചറിയുന്നില്ല. ശരിക്കും ചില യൂണിറ്റുകളിൽ സമ്മേളനമൊക്കെ നടക്കും. പക്ഷേ അതിൻ്റെ സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയ വളരെയധികം എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്നാലും ആവും. പക്ഷേ ഒരു യൂണിറ്റ് ഭാരവാഹിത്വത്തിലേക്ക് വരുന്നതിൻ്റെ ആവശ്യകത അറിയാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ എന്നറിയില്ല. ശരിക്കും നമ്മുടെ സംഘടനയിൽ ഉള്ളത്ര ഒരു സ്വാതന്ത്ര്യം മറ്റൊരു സംഘടനയിൽ പോയാൽ കിട്ടിയില്ല. യൂണിറ്റ് പ്രസിഡന്റ് V. കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സമ്മേളനത്തിൽ വെച്ച് ഫോട്ടോഗ്രാഫി മേഖലയിൽ 40 വർഷം പൂർത്തിയാക്കിയ രവി കാര്യാട്ട്, KP രവീന്ദ്രൻ നായർ,
TM ഫിലിപ്പ്, B കുഞ്ഞുണ്ണി എന്നിവരെ സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. അനീഷ സുരേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി K അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ദിനേശൻ കൂവൽപ്പള്ളി വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി സുരേഷ് ചെരിച്ചൽ മേഖലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ജില്ലാ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ BA ഷെരീഫ്, ജില്ലാ ട്രഷറർ NK പ്രജിത്ത്, മേഖലാ പ്രസിഡന്റ് പ്രജീഷ് മാവുങ്കാൽ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ഇൻചാർജ് P ഹരിപ്രസാദ് തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. യൂണിറ്റ് സെക്രട്ടറി K അനിൽകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് PK പ്രവീൺ നന്ദിയും പറഞ്ഞു. 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. BA ഷെരീഫിനെ പ്രസിഡന്റായും K അനിൽകുമാറിനെ സെക്രട്ടറിയായും, TM ഫിലിപ്പിനെ വൈസ് പ്രസിഡന്റായും, അനീഷ സുരേഷിനെ ജോയിന്റ് സെക്രട്ടറിയായും, ദിനേശൻ കൂവൽപ്പള്ളിയെ ഖജാൻജിയായും, ബാലകൃഷ്ണൻ പാലക്കിയെ PRO ആയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSKTU ഹോസ്ദുർഗ് വില്ലേജ് തല ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. KSKTU ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ പള്ളി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് KP ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KSKTU ഹോസ്ദുർഗ് ആത്മാഭിമാന സദസ്സ് KSKTU ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് KP ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി V സുകുമാരൻ, C ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. അവർക്ക് 100 ദിവസത്തെ തൊഴിൽ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. അവർ തൊഴിൽ രജിസ്റ്റർ ചെയ്താൽ തൊഴിൽ നൽകണം എന്നുള്ളൊരു നിയമം പാർലമെന്റിൽ വരികയാണ്. അങ്ങനെ 100 ദിവസത്തെ തൊഴിൽ കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെന്റ് വരികയാണ്. നിങ്ങൾ കൂലി കുറവാണ്, കുറവുകൾ ഏറെ ഉണ്ടാകാം. പക്ഷേ കൂലി കുറവാണെങ്കിലും കൃത്യമായി UPA ഗവൺമെന്റ് കാലത്ത് ബഡ്ജറ്റിൽ എത്രയാണോ തുക വേണ്ടത് ആ തുക കൃത്യമായി നീക്കിവെച്ചൊരു ഗവൺമെന്റ് ആയിരുന്നു കേരളം അന്ന്, അല്ല ഇന്ത്യ രാജ്യം എന്ന് ഭരിച്ചത്. അന്ന് രാജ്യം ഭരിക്കുന്ന UPA ഗവൺമെന്റ് കൃത്യമായി ഫണ്ട് നീക്കിവെച്ചു. അതുകൊണ്ട് തന്നെ 100 ദിവസത്തെ തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നു. അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നമ്മൾ നടത്തിയിരുന്നു. പക്ഷെ എന്നാൽ ഇന്നോ 25,000 കോടി രൂപയാണ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രം കുറച്ചത്. നിങ്ങൾ നോക്കിക്കോളും, 1 കോടി 1.10 ലക്ഷം കോടിയാണ് ഒരു കൊല്ലം നമ്മുടെ UPA ഗവൺമെന്റ് ഇതിനായി നീക്കിവെച്ചത്. ഇപ്പൊ എത്രയാ? 86,270 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ നീക്കിയിരിക്കുന്നത്. അതിനർത്ഥം 100 ദിവസത്തെ തൊഴിൽ കൊടുക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് പുറകോട്ട് പോകുന്നു. വില്ലേജ് സെക്രട്ടറി C പവിത്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒളിവിൽ പോയ കാപ്പ കേസ് പ്രതി അറസ്റ്റിൽ. അജാനൂർ തെക്കുപുറം സ്വദേശി ലാവ സമീർ എന്ന TM സമീറിനെയാണ് ഹോസ്ദുർഗ് പോലീസ് സാഹസികമായി പിടികൂടിയത്. ജില്ലാ കളക്ടറുടെ തടങ്കൽ ഉത്തരവറിഞ്ഞ് ഒളിവിൽ പോയ കാപ്പ കേസ് പ്രതി അറസ്റ്റിൽ. അജാനൂർ തെക്കേപ്പുറം സ്വദേശി ലാവ സമീർ എന്ന TM സമീറിനെയാണ് ഹോസ്ദുർഗ് പോലീസ് സാഹസികമായി പിടികൂടിയത്. ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പുലർച്ചെ രാവണീശ്വരം മുക്കോട് വെച്ച് സാഹസികമായി പിടികൂടുകയായിരുന്നു. കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിലാക്കി. 2009 മുതൽ ഹോസ്ദുർഗ്, ബദിയടുക്ക, രാജപുരം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ കുറ്റകരമായ നരഹത്യാശ്രമം, ദേഹോപദ്രവമേൽപ്പിക്കൽ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, MDMA പോലുള്ള മയക്കുമരുന്ന് വിൽപ്പനക്കായി കൈവശം വെക്കൽ തുടങ്ങിയ 13ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സമീർ. തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സമീറിനെ ഇതിനു മുൻപ് 2015 വർഷത്തിൽ ജില്ലാ കളക്ടർ കാപ്പ ചുമത്തി തടങ്കലിൽ പാർപ്പിച്ചിരുന്നു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ P അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ശാർണധരൻ AR, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ M പ്രകാശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ S അനീഷ് കുമാർ, KT അനിൽ, A ജ്യോതിഷ്, K രഞ്ജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി. ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ അനുമോദന ചടങ്ങ് നടത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ നടത്തിയ ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും നാഷണൽ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജനറൽ കാറ്റഗറി ചാമ്പ്യനായ ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ അംഗം വിജിത് മടയമ്പത്ത്
കണ്ണൂർ യൂണിവേഴ്സിറ്റി MLM പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ R. അനഘ, 3ാം റാങ്ക് നേടിയ ശ്രീദേവി നാരായണൻ എന്നിവരെ ആദരിച്ചു. സിവിൽ നിയമങ്ങളെക്കുറിച്ച് യുവ അഭിഭാഷകർക്കായി സീനിയർ അഭിഭാഷകൻ N. രാജ്മോഹൻ ക്ലാസ് എടുത്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് P. നാരായണൻ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജ് PM. സുരേഷ്, ഹോസ്ദുർഗ് സബ് ജഡ്ജ് MC. ബിജു, ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അബ്ദുൾ റാസിഖ്, മുൻ ജില്ലാ പ്രോസിക്യൂട്ടർ K. ദിനേശ് കുമാർ, പ്രോസിക്യൂട്ടർമാരായ A. ഗംഗാധരൻ, KP. അജയ് എന്നിവർ സംസാരിച്ചു. ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ സെക്രട്ടറി KL. മാത്യു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി നസീമ അബ്ദുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൾ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജനസംഘത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ദിനാചരണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ജനസംഘത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജയന്തി ദിനാചരണം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം ഭരിക്കുന്നത് അവശ്യ സാധനങ്ങളുടെ വില കുറയരുതെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരാണെന്നും 99% ഉൽപ്പന്നങ്ങളുടെയും GST 5% പൂർണ്ണമായോ ഒഴിവാക്കിയിട്ടും പാൽ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുവാൻ മിൽമയ്ക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകാത്തത് ഇതിന് തെളിവാണെന്നും MT രമേശ് പറഞ്ഞു. ഞാൻ പറയുന്നില്ല, കാരണം ആ ദർശനം നേരത്തെ തന്നെ നമ്മുടെ രാജ്യത്തുള്ളതാണ്. ഭാരതീയ ദർശനം തന്നെയാണ് ഏകാത്മ മാനവ ദർശനം. പക്ഷെ ഭാരതീയ ദർശനത്തിന് ആധുനികമായിട്ടുള്ള ഒരു ക്യാൻവാസ് ഇട്ടിട്ടുകൊണ്ട് അതിൽ നൂതനമായിട്ടുള്ള വെല്ലുവിളികളെ ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുക എന്നുള്ളതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഭാരതീയ ദർശനത്തിന് ഒരു പുതിയ പരിപ്രേക്ഷ്യമുണ്ടാക്കി ഏകാത്മ മാനവ ദർശനം എന്നുള്ള ആശയ സംഹിത സൃഷ്ടിച്ചുകൊണ്ട് ഭാരതീയ ജനസംഘത്തിന്റെ അടിസ്ഥാന പ്രത്യയ ശക്തമാക്കി അതിനെ മാറ്റിയത് ദീനദയാലിയാണ്. ഏകാത്മ മാനവ ദർശനം ഇന്ന് സാമ്പത്തിക വിദ്യാർത്ഥികൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയിൽ ലോകത്തുയർന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ദർശനമാണ് ഏകാത്മ മാനവ ദർശനം.
സാമ്പത്തിക രംഗത്തെ ഏത് പ്രതിസന്ധിയെയും, സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, മനുഷ്യന്റെ ഒരു വ്യാവഹാരിക ജീവിതത്തിൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ആധുനികമായ, ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ദർശനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനെ സമ്പൂർണ്ണമായിട്ട് കാണാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ്. മനുഷ്യനെ കമ്പാർട്ട്മെന്റിലായിട്ട് കാണാൻ വേണ്ടി പാടില്ല. കമ്മ്യൂണിസ്റ്റ് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അധ്യക്ഷത വഹിച്ചു. K സവിത, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, V രവീന്ദ്രൻ, സുദാമ ഗോസാഡ, PR സുനിൽ, N ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ദീൻദയാൽ ഉപാധ്യായയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേടെക് വിഷയത്തിൽ അടിയന്തരമായി അപ്പീൽ സമർപ്പിച്ച് അധ്യാപകരുടെ ആശങ്കയകറ്റണമെന്ന ആവശ്യം. AKSTU ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. കേടെക് വിഷയത്തിൽ അടിയന്തരമായി അപ്പീൽ സമർപ്പിച്ച് അധ്യാപകരുടെ ആശങ്കയകറ്റണമെന്ന ആവശ്യം. AKSTU ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. AKSTU സംസ്ഥാന സെക്രട്ടറി K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. 2016 അധികാരത്തിലേറിയ 9 വർഷങ്ങൾക്ക് മുമ്പ് LDF സർക്കാർ അത് പാലിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോയതിനെ കേരളത്തിൽ ഉൾപ്പെടെ അതിശക്തമായ സമരത്തിന് നേതൃത്വം കൊടുത്തവരാണ് AKSTU പ്രസ്ഥാനം. അതുപോലെ തന്നെ ഏറ്റവും ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ കടന്നു പോകുന്നവരാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും. ഈ നാട്ടിലെ കർഷക തൊഴിലാളികൾ, കർഷകരായാലും ചെറുകിട കച്ചവടക്കാരായാലും സാധാരണ തൊഴിലാളികളായാലും എല്ലാവരെയും പോലെ കുടുംബം പൊട്ടുന്നവരാണ് അധ്യാപകർ. അവർ ഏതെങ്കിലും ഒരു ലോകത്ത് നിന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചവരല്ല. ഞാനെന്ന് പറയുന്ന ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ എന്റെ കൂടെ ഇരിക്കുന്ന അധ്യാപകർ, അവരൊക്കെ 3-4 കുടുംബാംഗങ്ങളെ പൊട്ടുന്നവരാണ്. ഈ പറയുന്ന വിലകളെല്ലാം അവരുടെ കുടുംബത്തിനും ബാധകമാണ്. അരി അവരുടെ വീട്ടിൽ വാങ്ങുന്നുണ്ടോ? പലവ്യഞ്ജനം അവരുടെ വീട്ടിൽ വാങ്ങുന്നുണ്ടോ? പച്ചക്കറി വാങ്ങുന്നുണ്ടോ? രോഗങ്ങൾ ഈ പറയുന്ന കുടുംബങ്ങളെ എല്ലാം അലട്ടുന്നുണ്ടോ? ഒരാശുപത്രിയിൽ പോയാൽ ബില്ല് എത്രയാകുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാം ബാധിക്കുന്നവരാണ് അധ്യാപകർ ഉൾപ്പെടുന്ന സമൂഹത്തെയും. യോഗത്തിൽ AKSTU ജില്ലാ പ്രസിഡന്റ് രാജീവൻ MT അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽകുമാർ കരിച്ചേരി, കൗൺസിൽ അംഗങ്ങളായ അജയ് കുമാർ TA, രാജേഷ് ഓൾനടിയൻ, സജയൻ A, രാജഗോപാലൻ. സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽകുമാർ കരിച്ചേരി, കൗൺസിൽ അംഗങ്ങളായ അജയ് കുമാർ TA, രാജേഷ് ഓൾനടിയൻ, സജയൻ A, രാജഗോപാലൻ P എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BD തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കാസർഗോഡ് താലൂക്ക് BD ലേബർ യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. BD തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BD തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും സംഘടിപ്പിച്ചു. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി BD തൊഴിലാളികൾ പങ്കെടുത്തു. കാസർഗോഡ് താലൂക്ക് BD ലേബർ യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ചും സമരവും നടത്തിയത്. LIC ഓഫീസ് പരിസരത്ത് നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംഘടിത മേഖലയിലെ തൊഴിലാളികളെ അസംഘടിതരാക്കി മാറ്റി, അരാഷ്ട്രീയവാദികളാക്കി മാറ്റി അവരെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ ആവശ്യമായ തരത്തിലാണ് ഈ നിയമനിർമ്മാണം എന്ന കാര്യവും നമ്മൾ ഗൗരവപൂർവ്വം കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നയത്തിനായിട്ടുള്ള പോരാട്ടം ജൂലൈ മാസം 9 നമ്മൾ വലിയ പണിമുടക്കം നടത്തി. 26 കോടി തൊഴിലാളികൾ പങ്കെടുത്തു. 26 കോടി തൊഴിലാളികൾ. ഈ കഴിഞ്ഞ 16-ാം തീയതി വീണ്ടും നമ്മൾ ഡൽഹിയിൽ ചേർന്നു. കർഷക തൊഴിലാളികളും കൃഷിക്കാരും തൊഴിലാളികളും സംയുക്തമായി ചേർന്നപ്പോൾ തീരുമാനിച്ചത് ഈ നിയമം പിൻവലിക്കുന്നവരെ സമരമെന്നാണ്. നവംബർ ഡിസംബർ മാസത്തിൽ വീണ്ടും നമ്മൾ പണിമുടക്കിലേക്ക് പോവുകയാണ്. ഏകദിന പണിമുടക്കല്ല, ഈ നിയമം മാറ്റുന്നവരെ പണിമുടക്കണമെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് എല്ലാ സ്ഥലത്തും ഈ ക്യാമ്പയിൻ നടക്കണം. പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളും അപകടം മനസ്സിലാവണം. CITക്കാർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ഇടതുപക്ഷക്കാർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ. പണിയെടുത്ത് ജീവിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട തൊഴിലാളികൾക്കും ഇതിൻ്റെ ഗൗരവം വരണം.
ഇത് എൻ്റെ ജീവിതത്തെ തകർക്കുന്ന, എൻ്റെ കുടുംബത്തെ തകർക്കുന്ന നിയമമാണ്. ഈ നിയമം വേണ്ട എന്ന് ഒറ്റക്കെട്ടായി പറയുന്ന തരത്തിലേക്ക് പ്രചരണം വ്യാപകം നടത്തണം. അതിനാവശ്യമായ ക്യാമ്പയിൻ നമുക്ക് തുടരാം. നമ്മുടെ ജില്ലക്കകത്തെ, താലൂക്കിനകത്തെ മുഴുവൻ ബീഡി തൊഴിലാളികൾ അണിനിരത്തി നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. എ നാരായണൻ അധ്യക്ഷത വഹിച്ചു. എം ലളിത സ്വാഗതം പറഞ്ഞു. ബീഡി തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ ഭാസ്കരൻ, നേതാക്കളായ ഗിരികൃഷ്ണൻ, എം സരോജിനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയ മിനിമം കൂലി നിശ്ചയിക്കണമെന്ന ആവശ്യം. ബീഡി തൊഴിലാളികൾ ദേശവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ദേശീയ മിനിമം കൂലി നിശ്ചയിക്കുക, പുതിയ വേജ് കോഡ് ബില്ലിനെ തുടർന്നില്ലാതാക്കിയ ബീഡി സിഗാർ നിയമം പുനഃസ്ഥാപിക്കുക, മുഴുവൻ ബീഡി തൊഴിലാളികളെയും PF പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബീഡി തൊഴിലാളികൾ ദേശവ്യാപകമായി പ്രക്ഷോഭം നടത്തുന്നതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് DPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ബജറ്റ് അവതരിപ്പിച്ച വാർത്ത എന്ന് നിങ്ങൾ കൊടുത്തു നോക്ക്. അപ്പൊ കാണാം ഒരു 4-5 ഫോട്ടോ. ആരത്? ധനകാര്യമന്ത്രിയുടെ. കഴിഞ്ഞ 4 കൊല്ലം ബജറ്റ് അവതരിപ്പിക്കാൻ വരുമ്പോൾ ഓരോ കൊല്ലവും ആ ദിവസം കൊടുത്ത സാരി. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇപ്പോ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുമ്പോഴോ പ്രധാനമന്ത്രി കൊടുക്കുന്ന കോട്ട്, പ്രധാനമന്ത്രി കൊടുക്കുന്ന ചുരിദാർ നോക്കുമ്പോൾ നിങ്ങൾ ചുരിദാറില്ല, പൈജാമല്ലേ ഉത്തരേന്ത്യക്കാരെ പുരുഷന്മാർ ഉപയോഗിക്കുന്നതാണല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യം. കേന്ദ്ര സർക്കാർ, അതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, ധനകാര്യമന്ത്രി, അവരൊക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെയൊരു സമീപനമാണ് ഈ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയുമെല്ലാം ഉടുക്കുന്ന ഉടുപ്പുകളെ കുറിച്ച്, അതിനെക്കുറിച്ച് വർണ്ണിച്ച് യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ മറച്ചു വെക്കുകയാണ്. P ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. KV രാഘവൻ, DV അമ്പാടി, T കുട്ട്യൻ, V ബാലകൃഷ്ണൻ, P കാര്യമ്പു, VV തങ്കമണി, M കൃഷ്ണൻ, P രോഹിണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSഉം സംയുക്തമായി വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ മേള സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSഉം സംയുക്തമായി നടത്തിയ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പ്രോഗ്രാമിലൂടെ ചിലർക്കും ആ സ്വപ്നം പൂവണിയുമെന്ന് വിചാരിക്കുന്നു. ഈ ഇന്റർവ്യൂയുടെ ഈ വന്നവരിൽ ചിലർക്കെങ്കിലും ആ ഉദ്യോഗം കിട്ടും എന്ന് ഉറപ്പാണ്. എല്ലാവർക്കും കിട്ടില്ലെങ്കിലും ചിലർക്കെങ്കിലും ആവശ്യമുള്ള കമ്പനീസ് അവരെ തിരഞ്ഞെടുക്കും, വിളിക്കും, അത് ഉറപ്പാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ പദ്ധതിക്ക് വിജ്ഞാന കേരളം എന്ന ഉദ്യോഗങ്ങൾ നല്ല ഗംഭീരമായി നടക്കുന്നുണ്ട്. അത് മഞ്ചേശ്വരത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പറയാം. 20ലധികം കമ്പനികൾ പങ്കെടുത്ത തൊഴിൽ മേളയിൽ കമ്മ്യൂണിറ്റി മെന്റർ ഫാത്തിമത്ത് സൗറ കമ്പനികളെ കുറിച്ചുള്ള വിശദീകരണം നടത്തി. 200ഓളം തൊഴിൽ അന്വേഷകർ തൊഴിൽ മേളയിൽ പങ്കെടുത്തു. നിലവിൽ 60ഓളം ആളുകളെ ജോലിയിൽ തിരഞ്ഞെടുക്കുകയും 40ഓളം പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. തൊഴിൽ മേള വിജയിപ്പിക്കുന്നതിന് CDS മെമ്പർമാർ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവർ മികച്ച പിന്തുണയും നൽകി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മുംതാസ് സമീറ, രാജേഷ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. കൂടാതെ വാർഡ് മെമ്പർമാരായ ലക്ഷ്മണൻ, വിനയ ഭാസ്കർ, ആദർശ്, മുസ്തഫ എന്നിവരും പങ്കെടുത്തു. പരിപാടിയിൽ CA അശ്വിനി സ്വാഗതവും CDS മെമ്പർ കവിത നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കലാകായിക അധ്യാപക സംരക്ഷണ ഉത്തരവ് പുറത്തിറക്കിയതിൽ സ്വാഗതം ചെയ്ത് KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കലാകായിക അധ്യാപക സംരക്ഷണ ഉത്തരവ് പുറത്തിറക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്.
കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K. ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികളുടെ കലാ കായിക അഭിരുചികൾ പരിപോഷിപ്പിക്കുന്നതിന് അവരെ പരിശീലിപ്പിക്കുന്നതിന് അധ്യാപകരെ നിയമിക്കുക, സ്ഥിര അധ്യാപകർ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി സംഘടന കുറെ കാലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. അത് സാധ്യതപ്രായമാകുന്നതിനുള്ള ഒരു ഘട്ടം ആണ് ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ ഉത്തരവ്. ഈ ഉത്തരവ് കൊണ്ട് എല്ലാമായി എന്ന് ഞങ്ങളും കരുതുന്നില്ല. പക്ഷെ എങ്കിലും ഈ മേഖലയിൽ കുട്ടികളുടെ എണ്ണക്കുറവ് കൊണ്ടുണ്ടാവുന്ന അധ്യാപകർ പുറത്തു പോകേണ്ടി വരികയും അവിടെ കായികാധ്യാപകരും കലാധ്യാപകരും ഇല്ലാതെ കൊണ്ട് കുട്ടികൾക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ നടക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഈ ഒരു ഉത്തരവ് കൊണ്ട് കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥിരം കായിക അധ്യാപകരും കലാധ്യാപകരും ഉണ്ടാകുന്നതിന് നിലവിൽ നമ്മുടെ KER പറഞ്ഞിരിക്കുന്ന അത്രയും കുട്ടികളില്ലാത്ത വിദ്യാലയങ്ങളിൽ അത്തരം അധ്യാപകരുടെ സേവനം നൽകുന്നതിന് വേണ്ടി BRC-കളിലൂടെ സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായി BRC-കളിലൂടെ സ്പെഷ്യൽ അധ്യാപകരുടെ സേവനം എത്തിക്കുന്നതിനും ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് P. ശ്രീകല അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ KV രാജേഷ്, വൈസ് പ്രസിഡന്റ് VK ബാലാമണി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി T. പ്രകാശൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി P. മോഹനൻ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് കലാകായിക പഠനം ഉറപ്പാക്കുന്നതിനായി തസ്തിക നഷ്ടപ്പെട്ട അധ്യാപകരുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ അധ്യയന വർഷത്തെ കലോത്സവത്തിന് തുടക്കമായി. നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര ഉദ്ഘാടനം നിർവഹിച്ചു. ഞാനൊരു പാട്ടുപാടി പാടും ഉറപ്പന്നെ. പാട്ടുപാടാനൊക്കെ അവസരമായിരുന്നു. നിങ്ങൾ ഏറ്റവും സുന്ദരമായ സ്കൂൾ ജീവിതത്തിൽ സുന്ദരമായ ഒരു ദിവസം കൂടിയാണ് ഇന്നും നാളെ. നമുക്കൊക്കെ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, നമുക്കൊക്കെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കാം. ഞാനൊക്കെ എൻ്റെ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ ഈ സ്കൂൾ യുവജനോത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കണം, എല്ലാവർക്കും പേര് കൊടുക്കും. പണ്ട് ഇങ്ങനെയുള്ള സൗകര്യമൊന്നുമില്ല സ്കൂളിൽ. ഇപ്പം നോക്കി ഞാനിവിടെ വരുമ്പോൾ എന്ത് രസകരമായ അന്തരീക്ഷം. പക്ഷെ പണ്ടുള്ളവർ പഠിച്ചവരുടെ അവിടെ ചോദിച്ചാൽ അവർ പറയും ഇങ്ങനെയൊന്നും ഒരു സൗകര്യമില്ല. പണ്ട് നല്ല നല്ല ബാഗില്ല. ഇപ്പം നിങ്ങളെ ബാഗുള്ള സന്തോഷം തോന്നും. നല്ല ഡ്രസ്സില്ല. പണ്ടല്ല ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അച്ഛൻ ഓണത്തിനോ വിഷുവിനോ അച്ഛൻ പുതിയ കുപ്പായം വാങ്ങിയിട്ടുണ്ട്. ആ പുതിയ കുപ്പായം പയ്യന്നൂരിൽ പോയി ഒരു പയ്യന്നൂരിൽ കടയുണ്ട്, ആടിനെ വിളിക്കും. KV എന്നൊരു കടയുണ്ട്. ആടെ പോയിട്ട് പുതിയ കുപ്പായം വാങ്ങും. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ശാസ്ത്രീയ സംഗീത മേഖലയിൽ പ്രശസ്തിയാർജിച്ച K. ദീപ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് EV ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ N. വേണുനാഥൻ, HM P. സുമ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ P. ലളിത എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ K. ശശീന്ദ്രൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KV രാജേഷ് നന്ദിയും പറഞ്ഞു. കലാമത്സരങ്ങൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെങ്കള 4-ാം മൈലിൽ കാറിൽ ടിപ്പർ ലോറി ഇടിച്ച് പോലീസുകാരന് ദാരുണാന്ത്യം. ബേക്കൽ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷാണ് മരിച്ചത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചതിൽ സ്വകാര്യ കാറിൽ പരിശോധനയ്ക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ഷാഫി പറമ്പിലിനെതിരായ CPIM വിമർശനം തെളിവുകൾ ഇല്ലാതെ ആരെയും വ്യക്തിഹത്യ നടത്തരുതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എയിംസ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വമാണെന്നും മുല്ലപ്പള്ളി. ചെറുവത്തൂർ വീരമലക്കുന്നിൽ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സുരേഷ് കുമാർ അടപ്പ സന്ദർശനം നടത്തി. ചെറുവത്തൂർ പൊന്മാലം സ്വദേശി അഡ്വക്കേറ്റ് MT സിദ്ധാർത്ഥൻ നൽകിയ ഹർജി പരിഗണിച്ച കേരള ഹൈക്കോടതി നിർദ്ദേശത്തിലാണ് അഡീഷണൽ ഡയറക്ടറുടെ സന്ദർശനം. ബേഡെടുക്ക വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കി. തുടർച്ചയായ 8-ാം വർഷമാണ് കൃഷി ഇറക്കുന്നത്. ബേഡകം പൊന്നൂർപ്പാറ വയലിലാണ് നെൽകൃഷി നടത്തുന്നത്.
കേന്ദ്രം കേരളത്തിന് അനുവദിച്ച എയിംസ് കാസർഗോഡ് ജില്ലയിൽ തന്നെ സ്ഥാപിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോഴിക്കോടിനായാണ് മുഖ്യമന്ത്രി വാശി പിടിക്കുന്നതെന്നും ഉണ്ണിത്താൻ. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്ര നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന കലാപരിപാടികൾ ശ്രദ്ധേയമാകുന്നു. കാഞ്ഞങ്ങാട് സൗത്ത് കലാവേദി അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ നവ്യാനുഭവമായി. നവരാത്രി പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വിവിധ പൂജാതി കർമ്മങ്ങളും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.